ആൻഡ് NCD. കമ്പനീസിന് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ചില സമയങ്ങളിൽ കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കമ്പനിക്ക് പുതിയതായിട്ട് വല്ല പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് കമ്പനിക്ക് വേണ്ടി വരുന്ന സമയത്ത് കമ്പനിക്ക് വേണേ ഒന്നിലെ ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോൺഡ്സ് ഡിവഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാം. അപ്പം ഇങ്ങനെ വേണ്ടി വരും. അപ്പം ആ സമയത്ത് ഇപ്പം ബോണ്ടും അതേപോലുള്ള ഓരോ ഓപ്ഷനാണ് ബോണ്ടും ഡിവഞ്ചേഴ്സും. ഈ ബോണ്ടും ഡിവഞ്ചറും നമുക്ക് അതിന് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഡിവഞ്ചേഴ്സിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളും. അതിൽ കൺവേർട്ടബിൾ നമുക്ക് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ കൺവേർട്ടബിൾ ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന NCD. അപ്പം അതിൽ അതും രണ്ട് തരത്തിലുണ്ട്, സെക്യൂർഡും ഉണ്ട് അൺസെക്യൂർഡും ഉണ്ട്. സെക്യൂർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇപ്പം അതിന് തുല്യമായിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ അവിടെ ഇത് സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതുകൊണ്ട് അത് സെക്യൂർഡ് ആണ്. അപ്പം പക്ഷെ അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 അല്ല ഒരു 6 to 8% ഒക്കെ 8% ഒക്കെ നമുക്ക് കിട്ടും. ഈ നോൺ അൺസെക്യൂർഡ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈൽഡ് അല്ലെങ്കിൽ റിട്ടേൺ കൂടുതലായിരിക്കും, പക്ഷെ റിസ്ക് കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും അത് വാങ്ങുന്ന സമയത്ത് അതിന്റെ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങുക. റേറ്റിംഗ് നല്ല റേറ്റിംഗ് ഉള്ളതിന് ആയിരിക്കും, AAA ഒക്കെയാണ് നല്ല റേറ്റിംഗ്, അത് വെച്ചിട്ട് നമ്മൾ വാങ്ങുക. പിന്നെ ഇപ്പം നമ്മൾ ആ NCD എന്നുള്ള റിട്ടേൺ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻകത്തിനൊപ്പം ആഡ് ചെയ്തിട്ടാണ് ടാക്സ് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷമാണെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഷോർട്ട് ടൈം ആണെങ്കിൽ 20%, ലോങ് ടൈം ആണെങ്കിൽ 12.5% ആണ് ടാക്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇൻകം ടാക്സ് എപ്പോഴും ടാക്സ് നമുക്ക് എത്രയാണോ ഇൻകം അതിൽ നിന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഒരു 75,000 രൂപ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഇത് എല്ലാ പ്രാവശ്യം കിട്ടുമോ? ഇപ്പൊ എല്ലാ വർഷവും കിട്ടുമോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? എല്ലാ വർഷവും കിട്ടുമോ? അത് വേരിയേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ, അത് പഠിച്ചു വെക്കരുത്. 75,000 രൂപ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പല സമയത്തും അവർ മാറ്റും. ഓരോ വർഷവും ഇതിന് മുമ്പത്തെ വർഷം 50,000 രൂപയായിരുന്നു, ഇപ്പോഴാണ് 75,000 ആക്കിയത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് മാത്രം പറയാൻ പാടുള്ളൂ, എമൗണ്ട് അല്ല. ഓരോ വർഷം ഫിനാൻഷ്യലിൽ എന്താണോ അത് വെച്ചിട്ടേ പറയാനുള്ളൂ. ബഡ്ജറ്റ് വരുമ്പോൾ ചിലപ്പോൾ അവരതൊക്കെ റിവൈസ് ചെയ്യും. ഈ പഠിക്കുന്നതെല്ലാം റിവൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ 0 to 3 ഇത് ചിലപ്പോൾ അടുത്ത വർഷം മാറ്റി വരും, 0 to 5 ആക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമില്ല. അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഒരു 25 ലക്ഷം. അപ്പൊ 25 ലക്ഷമാണ് ആദ്യം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മള് കുറയ്ക്കണം. 24,25,000. 24,25,000. ഇതിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇനി ഇത് നമ്മൾ ചെയ്യാം. അപ്പൊ ഇതിന് നമ്മൾ 0 to 3 നമ്മൾ ഒന്നും കൊടുക്കണ്ട. 0, 3 to 6, 5% എന്ന് പറയുമ്പോഴത്തേക്കും
15 കഴിഞ്ഞിട്ട് ബാലൻസ് 24,25,000 എത്രയാന്ന് നോക്കണം. 2,77,500. 15 കഴിഞ്ഞിട്ട് ബാലൻസ് 24,25,000 എത്രയാന്ന് നോക്കണം. അതൊന്ന് സ്പോസ് ചെയ്യും, സമയം എടുക്കും. ഇതാണ് ടാക്സ്.